നമസ്കാരം. ചത്തുകിടക്കുന്നവനെ വീണ്ടും ചവിട്ടുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്ക് തോന്നാം. ഞാൻ പറഞ്ഞു വന്നത് CPM-നെ കുറിച്ചാണ്, ഇടതുപക്ഷത്തെക്കുറിച്ചാണ്. അവർക്ക് ഭരണം നഷ്ടപ്പെട്ടു. ഇനി ആകെയുള്ളത് കുറച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മാത്രമാണ്. രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും അവർക്ക് ഭരണം നഷ്ടപ്പെട്ടു. ചരിത്രത്തിലാദ്യമായി തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭരണം പോലും BJP പിടിച്ചെടുത്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ CPM-നെ സംബന്ധിച്ചിടത്തോളം ചത്തുമലച്ചു കിടക്കുന്ന ഒരു ജഡം പോലെയാണിപ്പോൾ. വീണ്ടും എന്തിനാണ് അവരെക്കുറിച്ച് പറയുന്നത് എന്ന് ചോദിച്ചാൽ അതിന് വ്യക്തമായിട്ടുള്ള കാരണമുണ്ട്. ഇവർ കാണിച്ചു കൂട്ടിയതൊക്കെ വീണ്ടും വീണ്ടും ജനങ്ങളെ ഓർമ്മിപ്പിക്കണം. വീണ്ടും കള്ളങ്ങൾ പറഞ്ഞുകൊണ്ട്, പച്ചക്കള്ളങ്ങൾ പറഞ്ഞുകൊണ്ട് അവർ വീണ്ടും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുകയാണ്. ഒരു ദിവസം പോലും ജനങ്ങൾക്ക് സ്വൈര്യം കൊടുക്കാത്ത തരത്തിൽ പ്രതിഷേധങ്ങളും സമരങ്ങളും എന്ന പേരിൽ അക്രമങ്ങൾ അഴിച്ചുവിടുകയാണ്. CPM-ൽ നിന്ന് BJP അധികാരം പിടിച്ചെടുത്തതിന് ശേഷം തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭരണം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. സാധാരണക്കാരായ ജനങ്ങൾക്ക് പോലും ഏത് സമയത്തും കോർപ്പറേഷനിലെത്തി അവിടെ ഉദ്യോഗസ്ഥരെയും മേയറെയും ഒക്കെ കാണാനും അവരുടെ പ്രശ്നങ്ങൾ ന്യായമാണെങ്കിൽ അതിന് പരിഹാരം കണ്ടെത്താനും കഴിയുന്നുണ്ട്. കയ്യേറി വെച്ചിരുന്ന കോർപ്പറേഷൻ്റെ പല ഭൂമികളും കോർപ്പറേഷൻ ഒഴിപ്പിച്ചു. വൃത്തിഹീനമായി പ്രവർത്തിച്ചിരുന്ന തട്ടുകടകളും ഹോട്ടലുകളും എല്ലാം പരിശോധിച്ചു. അവർക്ക് പിഴയീടാക്കി. ആ ഹോട്ടലുകളുടെ പേരുകളൊക്കെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു. ഇതൊക്കെ സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു ഈ അന്തം കമ്മി പാർട്ടിക്ക്. അതോടുകൂടിയാണ് മിനിഞ്ഞാന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിൽ അക്രമം അഴിച്ചുവിട്ടത്. എങ്ങനെയെങ്കിലും BJP-യെ താഴെ ഇറക്കുക, അടുത്ത് വീണ്ടും ഭരണത്തിൽ കയറുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ പറയുന്ന, ഞാൻ ഇന്നലെ പറഞ്ഞതാണെങ്കിലും ഞാൻ പറയാം, ഈ വഞ്ചൂർ ബാബു എന്ന് പറയുന്ന ഒരു വാർഡ് കൗൺസിലറുണ്ട്. അയാളൊക്കെ എന്തുമാത്രം തെമ്മാടിത്തരങ്ങളും അക്രമങ്ങളുമാണ് ഇവിടെ കാണിച്ചു കൂട്ടിയതെന്ന് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇനി കഴിഞ്ഞ ഭരണസമിതിയുടെ കാര്യമെടുക്കാം. ശ്രീമതി ആര്യ രാജേന്ദ്രൻ, ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന് കൊട്ടിഘോഷിച്ചുകൊണ്ട് CPM കെട്ടിയിറക്കിയ മേയർ. അവരുടെ അഹങ്കാരവും താൻപോരിമയും എല്ലാം നമ്മൾ കണ്ടതാണ്. ഒടുവിൽ മുതിർന്ന പാർട്ടി നേതാക്കളെ പോലും അനുസരിക്കാത്ത ഒരു നിലയിലേക്ക് കാര്യങ്ങളെത്തി. അവരുടെ അഹങ്കാരത്തിന് ഒരൊറ്റ കാര്യം മാത്രം നോക്കിയാൽ മതി. KSRTC ബസ് പാളയം ജംഗ്ഷനിൽ തടഞ്ഞിട്ട് അവർ അന്ന് കാണിച്ച പട്ടി ഷോ. ആര്യ രാജേന്ദ്രൻ മാത്രമല്ല, അവരുടെ ഭർത്താവായ അന്നത്തെ ബാലുശ്ശേരി MLA സച്ചിൻ ദേവും ഇവരുടെ സഹോദരനും നാത്തൂനും ഒക്കെ കൂടി ചേർന്നിട്ടാണ് ആ പട്ടി ഷോ അവിടെ നടത്തിയത്. അതിനുശേഷം നടന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ ആര്യ രാജേന്ദ്രൻ്റെ ഭരണകാലത്ത് എന്തൊരു അഹങ്കാരമായിരുന്നു. അവിടെ ഈ പ്രതിപക്ഷത്തുള്ളവർക്ക്, പ്രതിപക്ഷ കൗൺസിലർമാർക്ക് പ്രവർത്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. അവരൊക്കെ ഇതുപോലെ ഉപരോധിച്ചപ്പോൾ അവരുടെ മുകളിലൂടെ ചാടി ഡയസിലേക്ക് കയറുന്ന ആര്യ രാജേന്ദ്രൻ്റെ ചിത്രമൊക്കെ ഈ പത്രങ്ങളിലൊക്കെ അന്ന് പ്രസിദ്ധീകരിച്ചിരുന്നു. എന്ന് മാത്രമല്ല, അഴിമതി, അങ്ങേയറ്റം അടിമുടി അഴിമതിയാണ് ആര്യ രാജേന്ദ്രൻ്റെ ഭരണകാലത്ത് നടന്നത്. ആറ്റുകാൽ പൊങ്കാലയുടെ പേരിൽ, ആറ്റുകാൽ പൊങ്കാല ഇട്ടിട്ടില്ലെങ്കിലും ആ ആറ്റുകാൽ പൊങ്കാലയുടെ മാലിന്യങ്ങൾ നീക്കം ചെയ്തു എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ, ആ മാലിന്യങ്ങൾ നീക്കം ചെയ്ത തൊഴിലാളികൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുത്തതിൻ്റെ പേരിൽ, അങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ ഒരുപാടുണ്ട് ആര്യ രാജേന്ദ്രൻ്റെ കാലത്തെ അഴിമതികൾ. പക്ഷേ ഇപ്പോൾ BJP-യെ ചെന്ന് ചൊറിഞ്ഞത് ഇവർക്ക് വലിയ രീതിയിൽ അത് ക്ഷീണമായിരിക്കുകയാണ്. എങ്ങനെയൊക്കെ കുപ്രചരണങ്ങൾ നടത്തിയാലും ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ സാധാരണക്കാർ നിൽക്കുന്നത് BJP ഭരിക്കുന്ന ഈ കോർപ്പറേഷനോടൊപ്പമാണ്. VV രാജേഷിനോടും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരോടും ഒപ്പമാണ്. ജനങ്ങൾക്ക് പൊറുതിമുട്ടിയാൽ ജനങ്ങൾ ഇവനെയൊക്കെ പട്ടിയെ അടിക്കുന്നത് പോലെ ഓടിച്ചിട്ട് തിരുവനന്തപുരം നഗരത്തിൽ അടിക്കുന്ന ഒരവസ്ഥയുണ്ടാകും ഈ CPM നേതാക്കളെ. കാരണം ജനങ്ങൾക്ക് അവരുടെ കാര്യങ്ങൾ നടക്കണം. അതിന് വിഘാതം സൃഷ്ടിക്കുന്നവരെ അവർ കഴിഞ്ഞ 10 കൊല്ലങ്ങൾ ഇവിടെ കേരളത്തിലെ ഭരണം അനുഭവിച്ചവരാണ്. കഴിഞ്ഞ 5 കൊല്ലങ്ങൾ ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന പിണറായി വിജയൻ്റെ ഒരു മിനിയേച്ചറായ ഒരു സ്ത്രീയുടെ ഭരണത്തിൻ്റെ കീഴിൽ അനുഭവിച്ചവരാണ്. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാര്യങ്ങൾ നടന്നു പോകണം. അതിന് വിഘാതം സൃഷ്ടിക്കുന്നവരെ ജനങ്ങൾ തന്നെ കൈകാര്യം ചെയ്താലും അതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. എന്തായാലും ആര്യ രാജേന്ദ്രൻ്റെ കാലത്തെ പല അഴിമതികളും പുറത്തു കൊണ്ടുവരാൻ ഒരുങ്ങുകയാണ് ഇപ്പോഴത്തെ BJP ഭരണസമിതി. മുൻ LDF ഭരണസമിതിയുടെ കാലത്ത് നിർമ്മാണം പൂർത്തിയാക്കിയ 2 വൻകിട പദ്ധതികളിൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് കോർപ്പറേഷന്റെ ഭരണസമിതി. കാപ്പ കേസിൽ ജയിലിൽ കഴിയുന്ന BJP കൗൺസിലർ R. സുഗതനെ കൗൺസിലിൽ നിന്ന് പുറത്താക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശപ്രകാരം 19 BJP കൗൺസിലർമാർ രണ്ടാമത് സത്യപ്രതിജ്ഞ നടത്തിയതിൽ ചട്ടലംഘനം ചൂണ്ടിക്കാണിച്ചും ഇടതു മുന്നണി ശക്തമായ സമരം നടത്തുന്നതിനിടയിലാണ് BJP ഭരണസമിതിയുടെ നിർണായകമായിട്ടുള്ള ഈ നീക്കം നടക്കുന്നത്. ചേരി നിർമ്മാർജ്ജന പദ്ധതിയുടെ ഭാഗമായി വിഴിഞ്ഞ മതിപ്പുറത്ത് കോർപ്പറേഷൻ നിർമ്മിച്ച ഫ്ളാറ്റ് സമുച്ചയം 4 വർഷം കഴിയുന്നതിന് മുമ്പ് തന്നെ തകർന്ന പശ്ചാത്തലത്തിൽ കെട്ടിടത്തിന്റെ ബലക്ഷമതയും കെട്ടിടം നിർമ്മിക്കാൻ ഉപയോഗിച്ച സാധനങ്ങളുടെ ഗുണമേന്മയും ഒക്കെ പരിശോധിക്കാൻ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിനെ ചുമതലപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ഈ BJP-യുടെ ഭരണസമിതി. കോർപ്പറേഷന്റെ 1500 കോടിയുടെ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി നിർമ്മാണം പൂർത്തിയാക്കിയ പദ്ധതികളിൽ അപാകതകൾ സ്ഥിരീകരിച്ച
സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ഫോറൻസിക് ഓഡിറ്റിന് വിധേയമാക്കണമെന്ന് ചീഫ് സെക്രട്ടറിയോട് ആവശ്യപ്പെടാനും ഈ ഭരണസമിതി തീരുമാനിച്ചിട്ടുണ്ട്. രാജീവ് ആവാസ് യോജന പദ്ധതി പ്രകാരം 91 കോടി മുടക്കിയാണ് ഹാർബർ വാർഡിലെ മതിപ്പുറം, മൈലാഞ്ചിക്കല്ല്, മേൽവിളാകം എന്നിവിടങ്ങളിലൊക്കെ ഫ്ളാറ്റ് സമുച്ചയം നിർമ്മിച്ചത് കഴിഞ്ഞ LDF ഭരണസമിതി. ഫ്ളാറ്റുകളുടെ സീലിംഗിൽ നിന്ന് കോൺക്രീറ്റ് പാളികൾ ഇളകി വീഴുന്നത് സാധാരണമാണ്. ഇങ്ങനെ ഇളകി വീണ് നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. സുവിജ് ലൈൻ പൊട്ടി പകർച്ചവ്യാധി ഭീഷണി പരന്നതുമായ സംഭവങ്ങൾ കൂടിയതിനെ തുടർന്നാണ് കൗൺസിലർ അഫ്സ സജീനയുടെ നേതൃത്വത്തിൽ ഫ്ളാറ്റ് നിവാസികൾ മേയർക്ക് പരാതി നൽകിയത്. പിന്നീടാണ് സ്ഥിതി നേരിൽ കാണാൻ കഴിഞ്ഞ 19-ാം തീയതി മേയർ VV രാജേഷും ഉദ്യോഗസ്ഥരുടെ സംഘവും ഈ സ്ഥലം സന്ദർശിച്ചത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് CETയെ പരിശോധനയ്ക്ക് നിയോഗിക്കാൻ ഇപ്പോൾ BJPയുടെ ഭരണസമിതി തീരുമാനിച്ചിരിക്കുന്നത്. മൾട്ടി ലെവൽ പാർക്കിംഗ് കേന്ദ്രങ്ങളുടെയും പാളയത്ത് വ്യാപാരികൾക്കായി നിർമ്മിച്ച താൽക്കാലിക പുനരധിവാസ ബ്ലോക്കിൻ്റെയും മ്യൂസിയത്തിലെ വെൻഡിംഗ് സോൺ എന്നിവയുടെയും ഒക്കെ നിർമ്മാണത്തിൽ അപാകതകളും ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങിയ ടെൻഡർ നടപടികളിൽ ക്രമക്കേടും ആരോപിച്ചാണ് സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായ എല്ലാ പദ്ധതികളെയും ഫോറൻസിക് ഓഡിറ്റിന് വിധേയമാക്കണമെന്ന് ഇപ്പോൾ BJPയുടെ ഭരണസമിതി ആവശ്യപ്പെടുന്നത്. ഇതിനുവേണ്ടി സ്മാർട്ട് സിറ്റി തിരുവനന്തപുരം ലിമിറ്റഡിൻ്റെ ബോർഡ് യോഗം വിളിക്കാൻ ചീഫ് സെക്രട്ടറിയോട് ആവശ്യപ്പെടുമെന്നും ഇപ്പോൾ മേയർ VV രാജേഷ് അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 10-45 കൊല്ലങ്ങളായി തിരുവനന്തപുരം നഗരസഭയുടെ ഭരണം ഇടതുപക്ഷത്തിനായിരുന്നു. അവരുടെ ഭരണത്തിന് മേന്മയുണ്ടായിരുന്നുവെങ്കിൽ ഒരിക്കലും അവിടെ BJP അധികാരത്തിൽ വരുമായിരുന്നില്ല. അവിടെ BJP അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ഈ കഴിഞ്ഞ LDF ഭരണസമിതികളുടെ പിടിപ്പുകേട് കൊണ്ട് തന്നെയാണ്. അതിൻ്റെ പ്രധാന ഉത്തരവാദി ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന കഴിവുകെട്ട ആ ഒരു സ്ത്രീയായിരുന്നു. അഹങ്കാരം തലയ്ക്ക് പിടിച്ച ഒരു സ്ത്രീയായിരുന്നു. അവരന്ന് കാണിച്ചു കൂട്ടിയതൊക്കെ നമ്മൾ കണ്ടതാണ്. ഭൂനികുതിയിലും കെട്ടിട നികുതിയിലുമൊക്കെ വലിയ രീതിയിലുള്ള അഴിമതികളാണ് ആ കാലത്ത് നടത്തിയത്. കേട്ടാൽ ഞെട്ടിപ്പിക്കുന്ന അഴിമതികളാണ് ഓരോ ദിവസവും പുറത്തു വന്നത്. ജനങ്ങൾക്ക് അവരുടെ കാര്യങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയില്ല, കോർപ്പറേഷനിലേക്ക് കടക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള പ്രവർത്തനമായിരുന്നു കഴിഞ്ഞ കുറച്ചു കാലങ്ങൾ 5 വർഷങ്ങൾ ഈ ആര്യ രാജേന്ദ്രൻ നടത്തിയത്. ഈ ഭരണം അടുത്തിട്ടാണ് തിരുവനന്തപുരത്തെ ജനങ്ങൾ BJP അധികാരത്തിലെത്തിയത്. അത് BJP ആണോ കോൺഗ്രസ് ആണോ CPM ആണോ എന്നുള്ളതല്ല. ഇവിടുത്തെ സാധാരണക്കാരന് അവരുടെ കാര്യങ്ങൾ കൃത്യസമയത്ത് നടക്കേണ്ട രീതിയിൽ നടക്കണം. കാരണം ഇപ്പോഴത്തെ മേയർ VV രാജേഷ് പറഞ്ഞതുപോലെ ഈ കോർപ്പറേഷൻ്റെയും മറ്റും പ്രവർത്തനം, ഇവിടുത്തെ ഉദ്യോഗസ്ഥരുടെ ശമ്പളവും മറ്റുമൊക്കെ കേരളത്തിലെ ജനങ്ങൾ, ഈ നഗരസഭയിലെ ജനങ്ങൾ നൽകുന്ന നികുതിപ്പണം കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് അവരുടേതായ ഒരു വില നൽകണം. അല്ലാതെ ഏതെങ്കിലും രീതിയിൽ കയ്യൂക്ക് കൊണ്ട് മൂച്ചാളി പീസ് കാണിച്ചുമൊക്കെ അധികാരത്തിൽ വന്നതിന് ശേഷം അവിടെ കയറിയിരുന്ന ആര്യ രാജേന്ദ്രൻ കളിക്കാൻ പോയാൽ ചെവിയിൽ തൂക്കിയെടുത്ത് ആളുകൾ പുറത്തെറിയും. അതിൻ്റെ ഒരു തെളിവാണ് ഇപ്പോൾ ആര്യ രാജേന്ദ്രൻ ഒന്നുമില്ലാതെ വീട്ടിലിരിക്കുന്നത്. അവരുടെ ഭർത്താവും ഇന്നലെ കുത്തിയിരിക്കുന്നത് കണ്ടു. ഏതോ ഒരു സമരത്തിൻ്റെ ഭാഗമായി കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിക്കുന്നത് കണ്ടു. ഇതിൻ്റെയൊക്കെ ഉത്തരവാദി ആരാണ്? അവനവൻ തന്നെയാണ്. ജനങ്ങളുടെ പണമെടുത്ത് തിന്നുമ്പോൾ ആ ജനങ്ങളോട്, തങ്ങളെ ആ പദവിയിൽ കയറ്റിയിരുത്തിയ ജനങ്ങളോട് ഒരല്പമെങ്കിലും കൂറ് കാണിക്കണം. അതില്ലെങ്കിൽ ഇത് തന്നെയായിരിക്കും ഫലം. എന്തായാലും BJPയെ ചെന്ന് ചൊറിഞ്ഞതോടുകൂടി CPMൻ്റെ അടിവേരിളകും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനി കഴിഞ്ഞ LDF ഭരണസമിതിയുടെ അഴിമതികൾ ഓരോന്നോരോന്നായി BJP ഭരണസമിതി പുറത്തു കൊണ്ടുവരും. ഈ പുറത്തു കൊണ്ടുവന്ന് അതിനെ നിയമപരമായി കൂടി നേരിടുമ്പോൾ ആർക്കൊക്കെ എതിരെ ഇനി ആ കേസുകൾ ഉണ്ടാവും, ആരൊക്കെ ഇനി നിയമ നടപടികൾ നേരിടേണ്ടി വരും, എന്തൊക്കെ കള്ളങ്ങൾ, നമ്മൾ അറിയാത്ത അഴിമതികൾ പുറത്തു വരുമെന്ന് ഇനി കണ്ടു തന്നെ അറിയണം.